മോളെ ആ ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ടാവും, പോയി എടുക്കും, അമ്മക്ക് ഇവിടെ പണിയുണ്ട്. ആ മമ്മ ഞാൻ പോയി എടുക്കാം. മമ്മ കാണണ്ട, മമ്മ കണ്ട പ്രശ്നം. വായിക്കാം ന്യൂസ് പേപ്പർ. നീ വായിക്കണ കണ്ടാൽ തുടങ്ങും. ശരളയുടെ മോള് ഇതിനെക്കാട്ടി നല്ല വായിക്കും. ശീലേച്ചിയുടെ മോള്, അപ്പുറത്തെ മോള്, ഇപ്പുറത്തെ മോള്, സുനിയുടെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിക്കോളും. കാട്ടി നല്ല കാണാണ്ട് വായിക്കണം. ജൂപ്പിറ്ററിനും നാളെ ജൂപ്പിറ്ററിനും സ്റ്റാറിനും ഒരുമിച്ച് കാണാമെന്നോ? അടുത്തത് നോക്കട്ടെ. എടക്കയൂർ അതിർത്തി ഒരു സ്കൂൾ ഉദ്ഘാടനത്തിന് വേല. സ്കൂൾ ഉദ്ഘാടനത്തിന് വേലയോ? ഇവിടെ ആണല്ലോ. എന്നാ പോയിക്കാം. അമ്മേനെ സുഖിടാം. കൊല്ലാണ്ടിരുന്നാൽ മതി. കളി പോകാം. അമ്മ അതില്ലേ, ഞങ്ങളെ ക്ലാസ്സിലത്തെ എല്ലാവരും കൂടിയിട്ടും ഇവിടെ വേലുണ്ട്. സ്കൂൾ ഇനാഗ്രേഷൻ്റെ വേല. അപ്പം അതിന് പൊയ്ക്കോട്ടെ. അവിടെ കുറേ സ്വല്ലറീസൊക്കെ ഉണ്ടാവും. അത് ഒന്നേ എടുക്കുള്ളൂ ഞാൻ. പ്ലീസ്. വേണ്ട വേണ്ട, അങ്ങോട്ടൊന്നും പോകണ്ട. ഒന്നാമതേ പരീക്ഷയൊക്കെ ആവാനായില്ല. ഇവിടെ നിന്ന് പഠിച്ചോ. അമ്മ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. പറ്റില്ല പറ്റില്ല പറ്റില്ല, നീ പോവണ്ട. നാളെ അവിടെ കുറേ പമ്പരും അതും ഇതും മറ്റേത് മറിച്ച് കൂടുതൽ ജ്വല്ലറീസ് ഉണ്ടാവാം. കുട്ടികളുടെ സെക്ഷൻ വേറെ ആയിരിക്കും. അത് കണ്ടിട്ട് നിനക്ക് അതൊക്കെ പോയി എടുക്കാനല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നേർച്ചക്ക് നീ തന്നെയല്ലേ പറഞ്ഞേ. എന്നിട്ട് ബില്ല് പൊട്ടിച്ചിട്ടല്ലേ നീ ഇട്ടത്. എന്നോടാണോ നിൻ്റെ കാണി? പറ്റത്തില്ല കേട്ടാ. അമ്മ രശ്മിയൊക്കെ വരുന്നുണ്ട്. രശ്മിയോ? അതിന് വഴിയില്ലല്ലോ. അപ്പം നേരത്തെ അവളമ്മ എനിക്ക് വിളിച്ചതായി പറയാനാണോ? വെറുതെ എല്ലാവരും നീഡ്സൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാൽ നീ വയ്ക്കോ, ഞാനും വരാം. പക്ഷേ എല്ലാതും കൂടി വാരി വലിച്ച് ബില്ല് പൊട്ടിച്ചിട്ടാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ തന്നെ തല്ലിയൊടിക്കും. ഇല്ല അമ്മ, ഞാനൊന്നും എടുക്കില്ല. ഞാനൊന്നേ എടുക്കുള്ളൂ. രശ്മിയൊക്കെ വരുന്നുണ്ട്. രശ്മിയുടെ വീട്ടിൽ ഇന്നലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷന് കഴിഞ്ഞില്ലേ, അതിൻ്റെതൊക്കെ ഇവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്ത് വെക്കായിരുന്നു.